രാജേഷ്. രാഹുൽ ഈശ്വർ, ശബരിമല എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു സമ്മർദ്ദം ദാ ഇവിടെ സർക്കാരിനും പ്രതിപക്ഷത്തിനും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. വിധി വന്ന ആദ്യ ദിവസങ്ങളിൽ എല്ലാ കോണുകളിൽ നിന്നും പുരോഗമനപരമെന്നും തുല്യത എന്ന നിലയിലുള്ള പ്രതികരണങ്ങളാണ് വന്നത്. അതാ രാഹുൽ ഗാന്ധി അടക്കം ആദ്യം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ പിന്നീടാണ് മറുഭാഗം വരുന്നത്, NSSന്റെ നാമജപ ഘോഷയാത്ര വരുന്നത്, പ്രതീക്ഷിക്കാത്ത നിലയിൽ വിശ്വാസികൾ ഒന്നാകെ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം വരുന്നത്. അതോടെ കളമാകെ മാറുകയാണ്. പക്ഷേ വിശ്വാസത്തിനൊക്കെ അപ്പുറം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഏത് രാഷ്ട്രീയ പാർട്ടിക്കും എടുത്തുപയോഗിക്കാനുള്ള ഒരു ടൂളായി ശബരിമല മാറുകയാണോ രാഹുൽ ഈശ്വർ? അസിത, മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഇത് ശബരിമല പ്രക്ഷോഭത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. ഇതെന്റെ മുത്തശ്ശി ദേവകി അന്തർജനമാണ്. മുത്തശ്ശിക്ക് 82 വയസ്സുണ്ടായിരുന്നു ശബരിമലയിൽ അറസ്റ്റ് ചെയ്തപ്പോൾ. രണ്ടാമത് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്റെ അമ്മ മല്ലിക നമ്പൂതിരിയും, മൂന്നാമത് കോൺഗ്രസ് നേതാവായി നമ്മളിപ്പോ വിട്ടുപിരിഞ്ഞ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും, നാലാമത് ഞാനുമായിരുന്നു. ആദ്യം ആരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഈ രാജ്യം മുഴുവൻ ഉണർന്നെണീച്ച് ശബരിമലയ്ക്ക് വേണ്ടിയും അയ്യപ്പന് വേണ്ടിയും പോരാടുന്ന കാഴ്ചകളാണ് കണ്ടത്. ആരും നിലപാട് മാറ്റി ശരിയായ നിലപാടിലേക്ക് വന്നാലും അവരെ സ്വാഗതം ചെയ്യുന്നു. മുമ്പ് തെറ്റായ നിലപാടെടുത്തു എന്ന് പറഞ്ഞ് ആരെയും തെള്ളിക്കളയാനോ പരിഹസിക്കാനോ അധിക്ഷേപിക്കാനോ ഒരു വിശ്വാസിയും തയ്യാറാവില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളെ അനുകൂലിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കാരണം ഞങ്ങൾ പറയുന്നതാണ് ശരി. രണ്ടാമത്തെ പോയിന്റ്, അസീത തുടങ്ങിയപ്പോ അനാചാരം എന്നൊരു വാക്ക് പറഞ്ഞല്ലോ. എന്താ ഇവിടെ അനാചാരം? ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ശബരിമലയിൽ എല്ലാ വർഷവും വരുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ശബരിമലയിൽ എല്ലാ വർഷവും വരുന്നത്. യുവതികൾക്ക് ഒരു പ്രായ നിയന്ത്രണമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആർട്ടിക്കിൾ 14 വയലേഷൻ എങ്ങനെയാകും? അത് അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ടുള്ള ആ ഡീറ്റിയുടെ ദേവതയുടെ സ്വഭാവമാണ്, പ്രത്യേകതയാണ്. മൂന്ന്, പക്ഷെ പല ആൾക്കാരും ഈ വിഷയങ്ങൾ മിസ്യൂസ് ചെയ്ത് ഇതറിയാതെ സുപ്രീം കോടതിയിൽ പോയി, അല്ലെങ്കിൽ കഥ അറിയാതെ ആട്ടം കണ്ടു എന്നുള്ളതാണ് പ്രശ്നം. ഇനിയും ശബരിമലയെ കുറിച്ച് 1991 കേരള ഹൈക്കോടതിയുടെ വിധിയിലെ 38-ാം പാരാഗ്രാഫിൽ എഴുതിയിരിക്കുന്നു, ഹിന്ദു വിശ്വാസങ്ങൾക്കുള്ളിൽ അനാചാരങ്ങൾ ഉള്ള സമയത്തും അൺടച്ചബിലിറ്റി ഉള്ള സമയത്തും ശബരിമലയിൽ ജാതീയത ഉണ്ടായിരുന്നില്ല, വർഗീയത ഉണ്ടായിരുന്നില്ല. എല്ലാ ജാതികളെയും സമൂഹങ്ങളെയും മതങ്ങളെയും സ്വീകരിച്ച സ്ഥലമാണ് ശബരിമല. അതുകൊണ്ടാണ് ശബരിമല അയ്യപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട് മുസ്ലിമായ വാവരുസ്വാമിയാണ്. മറ്റൊരു ക്ലോസ് ഫ്രണ്ട് ക്രിസ്ത്യാനിയായ വെളിച്ചച്ഛനാണ്. ഈ മതസൗഹാർദ്ദത്തിന്റെ ടെംപ്ലേറ്റ് ആണ് ശബരിമലയ്ക്കുള്ളതെന്ന് കേരള ഹൈക്കോടതി 1991 എസ് മഹേന്ദ്രൻ വേഴ്സസ് ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ശബരിമലയുടെ പ്രത്യേകത മനസ്സിലാക്കാതെ ചില തീവ്ര ഫെമിനിസ്റ്റ് അജണ്ടകൾ അടിച്ചേൽപ്പിക്കാൻ ചില ആൾക്കാർ ശ്രമിച്ചതാണ് യഥാർത്ഥത്തിൽ നടന്നത്. ഇനി ഏറ്റവും വിനയത്തോടു കൂടി ഒരു കാര്യം പറയട്ടെ, ആരെന്ത് തീരുമാനം എടുത്താലും ഇല്ലെങ്കിലും ശബരിമല യുവതികൾ കയറില്ല. അങ്ങനെ ആരും വെള്ളം വാങ്ങി വെക്കണ്ട. അങ്ങനെ ഒരു പരിപ്പ് ഇവിടെ വേവില്ല. ഇത് AD 2026 AD 3000 ആണെങ്കിലും ശബരിമല യുവതികൾ കയറില്ല. കയറുകയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് മാത്രമേ കയറൂ. അവിടെയാണ് ആ കള്ളത്തരം വരുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് 1000 വർഷം മുമ്പ് മുതൽ ശബരിമലയിൽ എല്ലാ ജാതികളും കയറുമായിരുന്നു. ഐ റിപ്പീറ്റ്, ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ചില ജാതികളെ തെറ്റായി അകറ്റി നിർത്തിയിരുന്ന യഥാർത്ഥത്തിൽ ഇത് വിവേചനമല്ല എന്ന് അസിത തിരിച്ചറിയാത്തതാണ് അസിതയുടെ സമയത്ത് അത് ആചാരമായി വിശ്വസിച്ചിരുന്നവർ ഇത് വിവേചനമാണെന്ന് തിരിച്ചറിയാൻ എത്ര കാലം എടുത്തു എന്നത് പ്രധാനമാണ്. അല്ല, ശബരിമലയിൽ അത് ആപ്ലിക്കബിൾ അല്ലെന്ന് പറയാൻ കാരണം ശബരിമലയിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് 1000 വർഷം മുമ്പ് മുതൽ എല്ലാ ജാതികളെയും കയറ്റിയിരുന്നല്ലോ, എല്ലാ മതവിശ്വാസങ്ങളെയും എന്താണ് അതിലെ പ്രശ്നം? ശബരിമല ഉദാഹരണം പെട്ടെന്ന് അസിലേക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ പൊങ്കാലെ പറയുന്നത്. അല്ലെങ്കിൽ ചക്കുളത്തുകാവിൽ സ്ത്രീ പൂജ, നാരി പൂജയുണ്ട്. നാളെ ഞാനോ വസന്തോ അവിടെ ചെന്ന് അടി ഉണ്ടാക്കിയാലോ നാരി പൂജ ഞങ്ങൾക്കും കൂടെ വേണ്ടി ചെയ്യണമെന്ന് അതെങ്ങനെ സാധ്യമാവും? നാരി പൂജ സ്ത്രീകൾക്കുള്ള ഒരു പൂജാ രീതിയാണ്. നാളെ രാഹുൽ ഈശ്വർ എന്ന് പറയുകയാണ് ആർട്ടിക്കിൾ 14 പേരിൽ എനിക്കോ വസന്തിനോ അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. അപ്പോ ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാതെ ബ്ലാങ്കറ്റ് ആയി ഡെപ്ത് ഇല്ലാതെ ആഴമില്ലാതെ ഇവിടെ എങ്ങനെയാണ് ഈ പറയുന്ന പ്രായപരിധിയിലുള്ള സ്ത്രീകളെ മാറ്റി നിർത്തുന്നത്? അതാണ് ഇതിന്റെ പ്രശ്നം. അതെന്താണ്? അത് ആർത്തവമാണ് ഇതിന് ആധാരം അല്ലെ? ഈ പറയുന്ന നിലയിൽ ഇപ്പോൾ രാഹുൽ വിശ്വസിക്കുന്ന നിലയിൽ ഈ പറയുന്ന ദൈവം സൃഷ്ടിച്ച സ്ത്രീകൾക്ക് ആ ദൈവം തന്നെ നൽകിയിട്ടുള്ളതാണല്ലോ ആർത്തവം എന്ന് പറയുന്നത്. അപ്പോൾ ആർത്തവം നൽകിയ ദൈവത്തിന് പക്ഷെ ആർത്തവമുള്ള സ്ത്രീകളെ അശുദ്ധി എന്ത് മര്യാദയാണത് എന്ന് ആസ്തയോട് ആര് പറഞ്ഞു ആർത്തവമാണെന്ന്? ആർത്തവും ശബരിമലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 39-ാം പാരാഗ്രാഫ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നു മെൻസുറേഷൻ അല്ല കാരണം. ഇതിന് ഒരു ഡീപ്പർ ഫണ്ടമെന്റൽ റീസൺ ഉണ്ട്. ഹൈക്കോടതിയുടെ വെർബാറ്റിവ് കോട്ടാണ്. ഹൈക്കോടതി പറയുന്നു ഇതിന്റെ കാരണം ഇവിടത്തെ ദേവൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം. എന്ന് പറഞ്ഞാൽ യുവതികളുടെ സാമ്യത്യത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നോ യുവതികൾ ആ സാമ്യത്യത്തിൽ നിന്ന് മാറി നിൽക്കണമോ? അതൊരു നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറയുന്ന അനുഷ്ഠാന പദ്ധതിയാണ്.
ഇതിലെല്ലാരും വിശ്വസിക്കണം ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. വിശ്വസിക്കുന്നവർക്ക് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലമാണ് ശബരിമല. ഇനിയും ആർട്ടിക്കിൾ 25, 26 ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് അത് നൽകുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങളാണ് ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടുന്നത്. ആർട്ടിക്കിൾ 25ഉം 26ഉം സംരക്ഷിക്കാൻ ഞങ്ങളാണ് പോരാടുന്നത്. തീർന്നില്ല. ഇനി സംഭവിക്കാൻ പോകുന്ന കൗതുകം, അയ്യപ്പസ്വാമി ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പാഴ്സിക്കും അടക്കം എല്ലാ വിശ്വാസങ്ങൾക്കും ഒരു സംരക്ഷക കവചമായി മാറുക. ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നവർക്കും ഇനിയും നിങ്ങൾക്ക് മനസ്സിലായി കാണും, ശബരിമല യുവതികൾ എന്തായാലും കയറാൻ പോകുന്നില്ല. ശബരിമലയിൽ യുവതികൾ കയറാത്തടത്തോളം കാലം ആർട്ടിക്കിൾ 25 ഡയലൂട്ട് ആവില്ല. ആർട്ടിക്കിൾ 25 ഡയലൂട്ട് ആവാത്തടത്തോളം കാലം ഒരു മതങ്ങളുടെ മേലും കടന്നുകയറ്റം സംഭവിക്കില്ല. അങ്ങനെ അയ്യപ്പൻ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി വിഭാഗങ്ങളുടെ സംരക്ഷക കവചമായി മാറാൻ പോകുന്ന മനോഹരമായ കാഴ്ചയാണ്. അത് ഓരോ അയ്യപ്പ വിശ്വാസിക്കും മലയാളിക്കും അഭിമാനമാണ്. ഒരു വരി കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം. കേശവാനന്ദ ഭാരതി കേസ് എങ്ങനെയാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ നിർവചിച്ചതുപോലെ ശബരിമല കേസ് അല്ലെങ്കിൽ ഈ 9 അംഗ ബെഞ്ചിലെ കേസ് അടുത്തൊരു 50 or 100 വർഷം നമ്മുടെ ജുഡീഷ്യൽ സംവിധാനങ്ങളുടെ ടെംപ്ലേറ്റ് ആയി മാറും. അത് ആർട്ടിക്കിൾ 25 സംരക്ഷിക്കുന്നതായിരിക്കും. ആർട്ടിക്കിൾ 25ഉം 26ഉം എന്നുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ ബാബാ സാഹേബ് അംബേദ്കർ തന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25ഉം 26ഉം സംരക്ഷിക്കുന്ന സംരക്ഷിത കവചമായി ശബരിമലയും അയ്യപ്പസ്വാമിയും മാറുന്ന കാഴ്ചകൾ. ശരി, 2018 പക്ഷെ അങ്ങനെ ആയില്ലല്ലോ അല്ലേ? അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പിന്നീട് നിയമ പോരാട്ടങ്ങളൊക്കെ വേണ്ടി വന്നത്. ഞാൻ മടങ്ങി വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.